പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്ത പുസ്തകം 26 അധ്യായം 1 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. വാതിൽ കാവൽക്കാരുടെ കൂറുകളോ. കോരഹ്യർ ആസാഫിന്റെ പുത്രന്മാരിൽ കോരയുടെ മകനായ മെശല്യമാവ്. മെശല്യമാവിന്റെ പുത്രന്മാർ സെഖരിയാവ്. ആദ്യജാതൻ എദീയേൽ, രണ്ടാമൻ സെബദ്യാവ്, മൂന്നാമൻ യത്നീയേൽ, നാലാമൻ ഏലാം, അഞ്ചാമൻ യഹോഹാനാൻ, ആറാമൻ എല്യോഹോവേനായി, ഏഴാമൻ ഓബേദ് ഏദോമിന്റെ പുത്രന്മാർ ശെമയ്യാവ് ആദ്യജാതൻ, യഹോശാബാദ് രണ്ടാമൻ, യോവാഗ് മൂന്നാമൻ, സാഖാർ നാലാമൻ, നെഥനയേൽ അഞ്ചാമൻ, അമ്മിയേൽ ആറാമൻ, ഇസാഖാർ ഏഴാമൻ, പെയുലെത്തായി എട്ടാമൻ. ദൈവം അവനെ അനുഗ്രഹിച്ചിരുന്നു. അവന്റെ മകനായ ശെമയ്യാവിനും പുത്രന്മാർ ജനിച്ചിരുന്നു. അവർ പരാക്രമശാലികളായിരുന്നതുകൊണ്ട് തങ്ങളുടെ പിതൃഭവനത്തിന് പ്രമാണികളായിരുന്നു. ശെമയ്യാവിന്റെ പുത്രന്മാർ ഒത്നി, രഫായേൽ, ഓബേദ്, എൽസാബാദ്. അവന്റെ സഹോദരന്മാർ പ്രാപ്തന്മാർ ആയിരുന്നു. എലീഹു, ശെമഖ്യാവ്. ഇവർ എല്ലാവരും ഓബേദ് ഏദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദ് ഏദോമിനുള്ളവർ 62 പേർ. മെശല്യാമീവിന് പ്രാപ്തന്മാരായ പുത്രന്മാരും സഹോദരന്മാരും 18 പേർ. മെരാരി പുത്രന്മാരിൽ ഹോസയ്ക്ക് പുത്രന്മാരുണ്ടായിരുന്നു. ഷിംറി തലവൻ. ഇവൻ ആദ്യജാതനെങ്കിലും അവന്റെ അപ്പൻ അവനെ തലവനാക്കി. മെരാരി പുത്രന്മാരിൽ ഹോസയ്ക്ക് പുത്രന്മാരുണ്ടായിരുന്നു. ഷിംറി തലവൻ. ഇവൻ ആദ്യജാതനല്ലെങ്കിലും അവന്റെ അപ്പൻ അവനെ തലവനാക്കി. ഹിൽക്കിയാവ് രണ്ടാമൻ, തെബല്യാവ് മൂന്നാമൻ, സെഖര്യാവ് നാലാമൻ. ഹോസയുടെ പുത്രന്മാരും സഹോദരന്മാരും എല്ലാം കൂടി 13 പേർ. വാതിൽ കാവൽക്കാരുടെ ഈ കൂറുകൾക്ക് അവരുടെ തലവന്മാർക്കു തന്നെ യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ തങ്ങളുടെ സഹോദരന്മാർക്ക് എന്നതുപോലെ ഉദ്യോഗങ്ങൾ ഉണ്ടായിരുന്നു. അവർ ചെറിയവനും വലിയവനും ഒരുപോലെ പിതൃഭവനമായി അതത് വാതിലിന് ചീട്ടിട്ടു. കിഴക്കേ വാതിലിന്റെ ചീട്ട് ശെലെമ്യാവിന് വന്നു. പിന്നെ അവർ അവന്റെ മകനായി വിവേകമുള്ള ആലോചനക്കാരനായ സെഖര്യാവിന് വേണ്ടി ചീട്ടിട്ടു. അവന്റെ ചീട്ട് വടക്കേ വാതിലിന് വന്നു. തെക്കേ വാതിലിൻ്റേത് ഓബേദ് ഏദോമിനും പാണ്ഡിശാലയുടേത് അവന്റെ പുത്രന്മാർക്കും കയറ്റമുള്ള പെരുവഴിങ്കൽ ശല്ലേഖത്ത് പടിവാതിലിനരികെ പടിഞ്ഞാറ് വാതിലിൻ്റേത് ശുഭീമിനും ഹോസയ്ക്കും വന്നു. ഇങ്ങനെ കാവലിനരികെ കാവൽ ഉണ്ടായിരുന്നു. കിഴക്കേ വാതിൽക്കൽ 6 ലേവ്യരും വടക്കേ വാതിൽക്കൽ 4 പേരും തെക്കേ വാതിൽക്കൽ 4 പേരും പാണ്ഡിശാലയ്ക്കൽ ഈ 2 പേരും ഉണ്ടായിരുന്നു. പർബാരിനും പടിഞ്ഞാറ് പെരുവഴിയിൽ 4 പേരും പർബാരിൽ തന്നെ 2 പേരും ഉണ്ടായിരുന്നു. കോരഹ്യരിലും മെരാര്യരിലും ഉള്ള വാതിൽ കാവൽക്കാരുടെ കൂറുകൾ ഇവ തന്നെ. അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദൈവാലയത്തിന്റെ ഭണ്ഡാരത്തിനും വിശുദ്ധ വസ്തുക്കളുടെ ഭണ്ഡാരത്തിനും മേൽവിചാരകരായിരുന്നു. ലയേഥാന്റെ പുത്രന്മാർ. ലയേഥാന്റെ കുടുംബത്തിലുള്ള ഗേർഷോന്യരുടെ പുത്രന്മാർ. ഗേർഷോന്യനായ ലയേഥാന്റെ പിതൃഭവന തലവന്മാർ യഹീയേല്യർ ആയിരുന്നു. യഹീയേലിന്റെ പുത്രന്മാർ സേഥാം, അവന്റെ സഹോദരൻ യോവേൽ. ഇവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിന് മേൽവിചാരകരായിരുന്നു. അമ്രാമിയർ, ഇസ്ഹാര്യർ, ഹെബ്രോന്യർ, ഉസിയേലിയർ എന്നവരോ. മോശയുടെ മകനായ ഗേർഷോമിന്റെ മകൻ ഷെബൂവേൽ ഭണ്ഡാരത്തിന് മേൽവിചാരകനായിരുന്നു. എലിയേസരിൽ നിന്നുത്ഭവിച്ച അവന്റെ സഹോദരന്മാരോ. അവന്റെ മകൻ രഹബ്യാവ്, അവന്റെ മകൻ യെശയ്യാവ്, അവന്റെ മകൻ യോരാം, അവന്റെ മകൻ സിക്രി, അവന്റെ മകൻ ശലോമീത്ത്. ദാവീദ് രാജാവും പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സേനാപതിമാരും നിവേദിച്ച വിശുദ്ധ വസ്തുക്കളുടെ സകല ഭണ്ഡാരത്തിനും ശലോമീത്തും അവന്റെ സഹോദരന്മാരും മേൽവിചാരകരായിരുന്നു. യുദ്ധത്തിൽ കിട്ടിയ കൊള്ളയിൽ നിന്ന് യഹോവയുടെ ആലയം കേടുപോക്കുവാൻ അവർ അവയെ നിവേദിച്ചിരുന്നു. ദർശകനായ ശമൂവേലും കീശിന്റെ മകൻ ശൗലും നേരിന്റെ മകൻ അബ്നേരും സെരൂയയുടെ മകൻ യോബാവും നിവേദിച്ച സകല നിവേദിത വസ്തുക്കളും ശലോമീത്തിന്റെയും അവന്റെ സഹോദരന്മാരുടെയും വിചാരണയിൽ വന്നു. ഇസ്ഹാര്യരിൽ ഹെനന്യാവും അവന്റെ പുത്രന്മാരും പുറമേയുള്ള പ്രവൃത്തിക്ക് ഇസ്രായേലിൽ പ്രമാണികളും ന്യായാധിപന്മാരുമായിരുന്നു. ഹെബ്രോനിൽ
ഹഷബ്യാവും അവന്റെ സഹോദരന്മാരുമായി 1700 പ്രാപ്തന്മാർ യോർദാനിക്കരെ പടിഞ്ഞാറ് യഹോവയുടെ സകല കാര്യത്തിനും രാജാവിന്റെ ശുശ്രൂഷയ്ക്കും ഇസ്രായേലിൽ മേൽവിചാരകരായിരുന്നു. ഹെബ്രോന്യരിൽ കുലംകുലമായും കുടുംബം കുടുംബമായുമുള്ള ഹെബ്രോന്യർക്ക് എരീയാവ തലവനായിരുന്നു. ദാവീദിന്റെ വാഴ്ചയുടെ 40-ാം ആണ്ടിൽ അവരുടെ വസ്തുത അന്വേഷിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഗിലെയാദിലെ യാസേരിൽ പ്രാപ്തന്മാരെ കണ്ടു. അവന്റെ സഹോദരന്മാരായി പ്രാപ്തന്മാരും പിതൃഭവന തലവന്മാരുമായി 2700 പേരുണ്ടായിരുന്നു. അവരെ ദാവീദ് രാജാവ് ദൈവത്തിന്റെ സകല കാര്യത്തിനും രാജാവിന്റെ കാര്യാദികൾക്കും രൂബേന്യർ, ഗാദ്യർ, മനശ്ശെയുടെ പാതിഗോത്രം എന്നിവർക്ക് മേൽവിചാരകരാക്കി വെച്ചു. വായിച്ചതായ തിരുവചനങ്ങളാൽ പരിശുദ്ധ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.